ഹായ് ഞാൻ ഷമീം. ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നോമ്പിൻ്റെ സ്നാക്സിൻ്റെ പൊടി പൂരം പോലെ ഇങ്ങനെ പോവുകയാണല്ലോ. അപ്പോൾ ആ സ്നാക്സിൻ്റെ ഇടയിൽ ഇതൊരു ബൈറ്റ് സ്നാക്സ്, ചെറിയ ബ്രെഡ് കൊണ്ടുള്ള സിമ്പിൾ സ്നാക്കാണ്. ഓവനിൽ ചെയ്യാം, അടുപ്പിലും ചെയ്യാം. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്കും അടുപ്പിൽ ചെയ്യുന്ന ഞാനിപ്പം അത് ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പിയിലേക്ക് പോലെ കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് കിടക്കാം. അതിന് വേണ്ടത് ഇങ്ങനത്തെ കടായി വേണമെന്നില്ല, ചെറിയ സോസ് പാൻ, ചെറിയ പാൻ എടുക്കാം. അതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓക്കെ, ഈ പാനിലേക്ക് നമുക്ക് ഒന്നുകിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതാ ബട്ടർ ഇടുന്നത്. അത്യാവശ്യം നമ്മുടെ ഗാർലിക് ഇത് ബേൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി വേണം, എന്നുവെച്ചാൽ ഗാർലിക് മുങ്ങണം. അപ്പോൾ അതിനകത്തായിട്ടാണ് ഇടേണ്ടത്. ഓക്കെ, ഞാനിവിടെ ഗാർലിക് എടുത്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇതാ നമ്മുടെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി പീൽ ചെയ്ത ഗാർലിക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ബട്ടർ ഓൾമോസ്റ്റ് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ സൺഫ്ലവർ ആണെങ്കിലും ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതാ ഗാർലിക് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ബ്രൗണിഷായി വരട്ടെ. ഇങ്ങനെ നന്നായി മുങ്ങണം. നിങ്ങൾ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താൽ മതി. ഇങ്ങനെ എന്താ പറയുക, ഗാർലിക് ഇങ്ങനെ ബേൺ ചെയ്തെടുക്കുന്ന ബട്ടർ ഉണ്ടല്ലോ, പിന്നീട് യൂസ് ചെയ്യുമ്പോൾ നല്ല ഫ്ലേവർഫുള്ളാണ്. അത് നമുക്കിങ്ങനെ മാറ്റി വെച്ചാലും നല്ല യൂസാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാൻ കാരണം കേട്ടോ. ഈ കടായി ഇതേതിൻ്റെ കടായിയാണ്? കുറേ പേര് എൻ്റെ അടുത്ത് ഏതൊക്കെ കടായിയാണ് യൂസ് ചെയ്യുന്നതൊക്കെ ചോദിക്കലുണ്ട്. അറിയില്ല, ഫ്യൂച്ചറാന്ന് എന്നെ തോന്നുന്നു. പക്ഷെ ഇതിനിങ്ങനെ ഹോൾഡ് ചെയ്യാനുള്ള സാധനം കൂടെ വേണേന്. ഇതിപ്പോൾ ഇങ്ങനെ പിടിച്ച് നിൽക്കേണ്ടി വരും. ഞാൻ മുമ്പേ ഇങ്ങനത്തെ ഈ ടൈപ്പ് ഓഫ് സ്നാക്സിൽ കുറേ വെറൈറ്റി ഓഫ് സ്നാക്സ് ചെയ്യാറുണ്ട്. എന്നുവെച്ചാൽ ഇതിൻ്റെ ടോപ്പിങ്ങിൽ ചിക്കൻ കൊടുത്തിട്ട് ചെയ്യലുണ്ട്, വെജീസ് മാത്രം ചെയ്യലുണ്ട്, പല ടോപ്പിങ്ങിലും ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഈ ബേൺഡ് ഗാർലിക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ കേട്ടോ. ഇതാ ബേണായി വരുന്നുണ്ട്, കണ്ടോ? അടിപൊളി. ഇതാ കണ്ടോ, കുറച്ചും കൂടെ ഒന്ന് ആയിക്കോട്ടെ. ഭയങ്കര ഫ്ലേവറാണ്. ഇതാ കണ്ടോ, അടിപൊളി. യെസ്. ഏതാ ലുക്ക് കാണുമ്പോൾ തന്നെ കിടുവല്ലേ. ചെറിയ കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടാമത് ഇപ്പോൾ ഇട്ടതേ. ഇപ്പോൾ ഇതിൽ ഏകദേശമായി ഒന്ന് ഹോൾഡ് ചെയ്ത് എടുത്തപ്പോഴും യെസ്. ഇപ്പോൾ പെർഫെക്റ്റ്. ഈ കളറിൽ തന്നെ എടുക്കാം കേട്ടോ. നമ്മളെ ബട്ടറിൻ്റെ കളർ കണ്ടില്ലേ? ഞാനൊന്ന് ഫ്ലെയിം ഓഫാക്കാം. അടിപൊളി. ഇതിന് ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് തണുക്കട്ടെ കേട്ടോ ഈ ഗാർലിക്ക്. എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഇത് ഒന്നിങ്ങനെ വെക്കാം. അപ്പോഴത്തേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് എടുത്ത് വെക്കട്ടെ. നമുക്കിനി ഒരു പച്ചമുളക് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ പിന്നെ മല്ലിയലി കേട്ടോ, ഈ 2 സാധനം കൂടെ വേണം. പച്ചമുളക് നിങ്ങളെ സ്പൈസിക്ക് അനുസരിച്ച് ആഡ് ചെയ്താൽ മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് മിക്സി വേണം. അപ്പോൾ മിക്സി എടുക്കുക. മിക്സിൻ്റെ ജാറിലേക്ക് നമ്മുടെ നേരത്തെ ചെയ്ത് വെച്ച ഗാർലിക് ഉണ്ടല്ലോ, ഈ ഗാർലിക് ഇട്ടാൽ അത് ഫുള്ള് ഇട്ടു. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കുറച്ച് ഇടുന്നുണ്ട്. അത് മതി. പിന്നെ അതുപോലെ തന്നെ ഒരു ചില്ലി എടുത്തിന്, പക്ഷേ ആ ഒരു ചില്ലിയിൽ മുഴുവൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ അത്ര എരിവ് വേണ്ട. പിന്നെ അതേപോലെ തന്നെ കുറച്ച് മല്ലിയില കുറച്ചേ വേണ്ടു. അത് കഴുകിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. സിമ്പിൾ റെസിപ്പി, അടിപൊളി റെസിപ്പിയാണ്. ഓക്കെ, ഇനി മെയിൻ ഇൻഗ്രീഡിയൻ്റ് അതിൽ കയറാണ്ട് ഒന്ന് നമ്മൾ എടുക്കട്ടെ. ഇനി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത് ബട്ടർ കേട്ടോ. ബട്ടറും അതിലിട്ടുണ്ട്. അതേപോലെ തന്നെ ഒറിഗാനും ഇടുന്നുണ്ട്, കുറച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് പൊടിക്കുപ്പ്. നമ്മൾ സാൾട്ടഡ് ബട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് അങ്ങനെ യൂസ് ചെയ്താൽ മതി. പിന്നെ ഇതിലേക്ക് അടക്കാം. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല മിക്സായി വന്നിട്ടുണ്ട്. അടിപൊളി. ഇത് കണ്ടാൽ തന്നെ യമ്മി ഐറ്റം. ഇപ്പോൾ നമ്മുടെ ഡിഷ് അടിച്ച് വെച്ചു. അതിൻ്റെ ലുക്ക് കണ്ടാൽ തന്നെ മതി. നോക്കിയാൽ ക്യാമറയിൽ കാണിച്ചു തരാം. നോക്കിയാൽ റിച്ച് ലുക്ക് അല്ലേ. അടിപൊളി. ടെക്സ്ചർ ഉണ്ടാ
ഓക്കെ, ഇത് ഞാൻ ഇവിടെ മാറ്റി വെക്കാണ്. ഞാനിനി ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഒരു പാൻ എടുക്കുന്നുണ്ട്. ഈ പാനിലേക്ക് വെക്കാനുള്ള ഐറ്റം നമ്മളിത് ബ്രെഡാണ്. ഞാനിവിടെ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡ് കട്ട് ചെയ്ത് നമുക്ക് ഒഴിവാക്കാം ചെറുങ്ങനെ. ഓക്കെ, അത് നിങ്ങൾക്ക് ലോങ് ബ്രെഡോ അല്ല എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഗാർലിക് ബ്രെഡ് പോലത്തെ ലോങ് ബ്രെഡോ അതല്ല ഇത് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന സാൻഡ്വിച്ച് ബ്രെഡാണേ. അപ്പോൾ നമുക്ക് നോമ്പിനൊക്കെ ഈസി ആയിട്ട് ആക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഞാൻ ഈ സൈസ് അപ്പോൾ ഇല്ല ബൈറ്റ് സൈസ് 3 സൈസ് ചെയ്യണം. എന്നാലേ നമുക്കൊരു ഇങ്ങനെ എടുത്ത് കടിക്കുമ്പോൾ ഒരു ബൈറ്റ് സൈസ് കിട്ടുള്ളൂ. ഞാനൊരു 3 സൈസിൽ ചെയ്യുന്നുണ്ട്. 3 ഇങ്ങനെ 3 ആക്കി പിന്നെ ഒരു സിംഗിൾ ഒറ്റ ബൈറ്റിനുള്ളിലേക്ക് പോകുന്ന വിധത്തിൽ. അപ്പോൾ ഇവിടുന്ന് 3 ഇതാ ഇങ്ങനെ 6 ആയി. ഇതിലേക്ക് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത് നേരെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇതാ പാനിൽ ആദ്യം തന്നെ ബട്ടർ തേക്കാണ്. ഞാൻ തേച്ച് വെക്കുന്നതേ ഉള്ളൂ. നമുക്ക് ഈ ബ്രെഡ് വെക്കേണ്ട ഏരിയ മാത്രം കേട്ടോ, അധികം ബട്ടർ വേണ്ട. ഞാനിപ്പോൾ ഒരു സൈഡിലേക്കാണ് വെച്ചത് കേട്ടോ. ഓക്കെ, അത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സ്പ്രെഡ് തേച്ച് കൊടുക്കാം. ആ ലുക്ക് നോക്കിയാൽ അടിപൊളി. എങ്ങനെയുണ്ട്? ഇത് ഫുള്ളായി കാണണേ. ഈസി സ്നാക്കാണ്, പക്ഷേ യമ്മിയാണ്. യമ്മി എന്ന് പറഞ്ഞാൽ യമ്മി. ഇത് ഞാൻ മുമ്പ് നമ്മുടെ പയ്യന്നൂർ റെസ്റ്റോറൻറ്റിൽ എപ്പോൾ പയ്യന്നൂരുണ്ടായിരുന്ന 7th ലോഞ്ചിൽ 2016 അന്നേരം ഇത് ഉണ്ടാക്കിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗാർലിക് ബ്രെഡ് അവിടെ വേറെ രീതിയിലാണ്, ഈ സൈസല്ല, ഈ പാറ്റേൺ അല്ല, വേറെ ടൈപ്പ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മൊസറല്ല ചീസ് ഒന്ന് വിതറാം. ഞാൻ കട്ട് ചെയ്തിട്ട് ഇതെല്ലാം തേക്കുന്ന സമയത്ത് ഒന്നിച്ച് വെച്ചാൽ കണ്ടില്ലേ, നമുക്ക് എടുക്കുമ്പോൾ വേഗം എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. ഇത് ഓവനിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യാം, അതല്ല ഇതിലും കുക്ക് ചെയ്യാം. ഇതിൽ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് മോയ്സ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെള്ളം വെച്ച് കൊടുത്താൽ മതി. ബ്രെഡിനൊരു മോയ്സ്റ്റ് കിട്ടാൻ, അതല്ലെങ്കിൽ ബ്രെഡ് ഹാർഡാവും. അതെല്ലാം ഓവനിലാണെങ്കിൽ ഓവനിൽ ആക്കാം. ഞാൻ ഇപ്പം അടുപ്പിൽ തന്നെ ചെയ്യാം. ഓവനിൽ ചെയ്താൽ കുറച്ചുകൂടെ ചീസി ഇങ്ങനെ മെൽട്ടായിട്ടൊക്കെ വരും. ചീസ് കുറച്ച് ഓവർലോഡാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓവർലോഡ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ സൈഡിലുള്ളതൊക്കെ അത്യാവശ്യം ഇടാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് പിന്നെ കുറച്ച് ഒറിഗാനോ ഇതൊന്ന് സ്പ്രിങ്കിൾ ചെയ്തു. അതേപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, ആ ഒരു സ്പൈസിയും ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് പെപ്പർ, ഈസി സ്നാക്ക്. ഇനി ഇത് നമുക്ക് അങ്ങനെ എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം. അപ്പോൾ ഓക്കെ, ഇത് ഞാൻ ചെറിയൊരു കട്ടൂരയിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളം നമ്മുടെ സൈഡിൽ വെക്കുകയാണേ. ഒന്നുമില്ല, അത് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒരു മോയ്സ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. നമ്മളെ ബ്രെഡ് ഞാൻ എടുക്കാം, അതേപോലെ ഇവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. യെസ്, അടിപൊളി. ഇതിപ്പോൾ 9 ബൈറ്റ്സ് കിട്ടിയില്ലേ നമുക്ക് ഈ സ്നാക്കിൽ. പെർഫെക്റ്റ്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ചീസ് വേണമെന്നുണ്ടെങ്കിൽ ഇടാം, നല്ല ചീസ് ഓവർലോഡ് വേണമെന്നുണ്ടെങ്കിൽ. നമുക്ക് ഇതിന് കത്തിക്കാം. ഓക്കെ, എന്നിട്ട് ഇത് മൂടി വെക്കണേ. അപ്പോൾ ഞാൻ മൂടി വെക്കാൻ ഇതെന്തിനാ വെള്ളം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിലൊരു മോയ്സ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ്, വേറെ ഒന്നുമില്ല. ആ ബ്രെഡിലേക്ക് ആ വെള്ളം ഇങ്ങനെ തിളച്ച് വരുമ്പോൾ. അപ്പോൾ ഓക്കെ, നമുക്കിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം അല്ലേ. ഇത് കുക്കാകുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം സാധനം ആയിട്ടുണ്ട്. അടിപൊളി. നല്ല സ്മെല്ല്, നല്ല ഓയിലി, നല്ല സോഫ്റ്റാണെന്ന് തോന്നുന്നു കേട്ടോ ബ്രെഡ്. വെള്ളം തിളക്കുന്നുണ്ട്. ഞാൻ വെള്ളം ഇതെടുക്കണം. നിങ്ങൾ ഇതിൽ ചെയ്യുമ്പോൾ എനിക്കൊന്ന് ഒരു കാര്യം മനസ്സിലായത്, ഇങ്ങനത്തെ പാത്രങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം സ്റ്റീലിൻ്റെ പാത്രം ഉപയോഗിച്ചാൽ അത്രയും നല്ലത്. എന്ന് പറഞ്ഞാൽ ഇത് തിളക്കാൻ ഇത്തിരി ടൈം എടുത്തിന്. സ്റ്റീലിൻ്റെ ആകുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റാണല്ലോ, ചെറിയ കട്ടൂര. ഇത് നമുക്ക് ഓരോ പീസുമായിട്ട് വേണമെങ്കിലും എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാൻ ആദ്യം അതൊന്ന് റിമൂവ് ചെയ്യട്ടെ. ഞാൻ വെള്ളമൊക്കെ എടുത്ത് മാറ്റി പിന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് പ്ലേറ്റിൽ വെക്കാം. ചീസ് നല്ല വലിവാണ്. ഇതിൽ പിന്നെ ഒരു മിനിറ്റ്. യെസ്, ഇതും പീസസ് ആക്കണം. ഇതാ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട ഇങ്ങനെ പെർഫെക്ഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിലൊരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ഭയങ്കര സൂക്ഷ്മത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓവൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്സ് പറഞ്ഞത്. ഓവനിലാണെങ്കിൽ യാതൊരു വിഷയമില്ല, നമുക്ക് ഡയറക്റ്റ്ലി ഓവനിലിടുന്ന് എടുക്കുന്നത്. ഓവൺ ഇല്ലാത്തവർക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താ വിഷയം എന്ന് പറഞ്ഞാൽ, ഇത് കുറച്ച് ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഫുള്ള് ഇട്ടില്ലേ. അപ്പോൾ ഞാൻ ഈ കട്ടൂര ഇട്ട സമയത്ത് എൻ്റെ ഈ പാത്രം ഫുള്ളായിപ്പോയി. ഫുള്ളായ സമയത്ത് എനിക്ക് ഈ വെള്ളത്തിൻ്റെ പാത്രം എടുക്കാൻ കഴിയുന്നില്ല.
അപ്പോൾ അത് എടുക്കാണ്ട് ഈ ബ്രെഡ് എടുക്കാനും കഴിയുന്നില്ല. അപ്പോൾ നമ്മളെ പാത്രത്തിൻ്റെ സൈസിനനുസരിച്ച് നിങ്ങൾ ഒന്നുകിൽ ഈ ബ്രെഡിൻ്റെ ഹാഫോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ മതി. നമുക്ക് ആ ഒരു വിഷയം മാത്രമേ എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഞാൻ ഇതിങ്ങനെ പിടിച്ചു, എന്നിട്ട് ഈ പാത്രത്തിൻ്റെ ഇത് പതുക്കെ നല്ല ചൂടല്ലേ, അതുകൊണ്ട് പതുക്കെ എടുക്കുക ഇതിന്. ഇതിപ്പോൾ ഇതിൻ്റെയൊക്കെ ചീസ് വലിയതാണ്ടേ, ഇതൊക്കെ കണ്ടാ. ഇത് ഓവനിൽ ചെയ്താൽ നമുക്കിങ്ങനെ കിട്ടുമോ? ഇങ്ങനെ കിട്ടും, പക്ഷേ അല്ല ഓവനിലല്ല, അടുപ്പിൽ ചെയ്താൽ ഇങ്ങനെ കിട്ടുമോ? ഇല്ലല്ലോ. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആ വെള്ളം വെച്ചപ്പോൾ ഉള്ള മോയ്സ്ചറിൽ അങ്ങനെ കിട്ടിയതാണ്. വെള്ളത്തിൻ്റെ ആ ആവിയിലുള്ള മോയ്സ്ചർ വരുന്നില്ല, അപ്പോൾ ബ്രെഡിനൊരു സോഫ്റ്റ്നെസ് കൊട്ടി, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇത് ഇവിടെ തന്നെ ഒന്ന് കഴിച്ച് കാണിക്കാം അല്ലേ. ഞാൻ ഇതൊന്ന് കഴിക്കട്ടെ. ആ ബേൺഡ് ഗാർലിക്കും സ്പൈസി ഉണ്ട് കേട്ടോ. ആ പച്ചമുളകിൻ്റെ ഒക്കെ ആ ബട്ടറും കൂടിയുള്ള കോമ്പിനേഷനാണ് ശരിക്കും. ബേൺഡ് ഗാർലിക്കിൻ്റെ പക്ക ഫ്ലേവർ, അതൊരു ഫ്ലേവറാണല്ലോ. ഓ അടിപൊളി എന്ന് പറഞ്ഞാൽ ബ്രെഡിൻ്റെ അടിഭാഗം നല്ല സ്ട്രോങ് ആണ്, മുകൾ ഭാഗം ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ മുകളിൽ വന്ന ടോപ്പിൽ വന്ന ആ ഫ്ലേവറാണ് നമുക്ക് ആ ബേൺഡ് ഗാർലിക്കിൻ്റെ പക്ക ഫ്ലേവർ. ആ ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിങ്ങനെ മിക്സിയിൽ ബട്ടറിനോട് അരക്കുമ്പോൾ കിട്ടുന്നൊരു പഞ്ചുണ്ടല്ലോ, അത് തന്നെയാണ്. ഇതിൻ്റെ ടോപ്പിങ്ങിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനോ എന്ത് വേണമെങ്കിൽ ഇട്ടിട്ട് ചെയ്യാം. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് റിസ്ക് ഒഴിവാക്കി ചെയ്യുന്നത് ഓവനിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എത്രയോ നല്ലത്. ഓവൻ ഇല്ലാത്തവർക്ക് മാത്രം ഇതിൻ്റെ വലിയ പാത്രം എടുത്തിട്ട് അത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാനെടുത്ത് ബൈ പറയാണ്. അടുത്ത എപ്പിസോഡ് അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും വരും.